ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ബൈബിൾ പുസ്തകത്തിലൂടെയുള്ളതായ യാത്രയിൽ 54-ാമത്തെ ലെസനാണ്. അതായത് മലാഖിയുടെ പുസ്തകം. അത് പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണ്. ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? എഴുത്തുകാരനായ മലാഖിയെക്കുറിച്ച് നമ്മൾ അല്പം പഠിക്കും. മലാഖി ജീവിച്ചിരുന്നതായ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അന്നത്തെ പൊളിറ്റിക്കലും അതുപോലെ തന്നെ സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറും ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പഠിക്കും. ദൈവം ആ സമയത്ത് ജനങ്ങൾക്ക് നൽകിയതായ മെസ്സേജ് എന്തുവായിരുന്നു ഈ പുസ്തകത്തിൽ എന്നുള്ളതായ കാര്യം, അതുപോലെ തന്നെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളതായ ആ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. അതുമായിട്ടുള്ളതായ അകലവും അടുപ്പവും എങ്ങനെയാണ് എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കും. പിന്നീട് മശിഹയുടെ വരവിനെക്കുറിച്ച് വളരെ തെളിവായി പറഞ്ഞിരിക്കുന്നതായ വിഷയങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ആ വിഷയങ്ങളും നമ്മൾ പഠിക്കും. അങ്ങനെ തുടർന്നുള്ളതായ കാര്യങ്ങൾ ഏതായാലും ചില മിനിറ്റുകൾ കൊണ്ട് പഠിക്കുവാനായിട്ടാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. മലാഖി എന്ന പേരിൻ്റെ അർത്ഥം ദൂതുവാഹി എന്നാണ്. ദൈവം ഓരോ സമയത്തും തൻ്റെ ദൂത് തൻ്റെ ഭക്തന്മാരിൽ കൂടെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ദൂത് വഹിക്കുന്നതായ ഒരാളായിട്ടാണ് മലാഖിയെ ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പഴയ നിയമത്തിൻ്റെ ആ ഒടുവിലത്തെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ ഒരു മെസ്സേജാണ് മലാഖി നൽകുന്നത്. അതുമാത്രവുമല്ല, അതിനുശേഷം ഏകദേശം 400 ചില്ലുവാനും വർഷങ്ങൾ ദൈവശബ്ദമില്ലാതെ, ദൈവദൂതില്ലാതെ, ദൈവിക പ്രവാചകന്മാർ ഇല്ലാതെ ഉള്ളതായ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒടുവിലത്തെ പ്രവാചകൻ എന്ന നിലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു പ്രവാചകനാണ് മലാഖി. അദ്ദേഹം എഴുതിയ മലാഖിയുടെ പുസ്തകം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ BC 433 എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് പുറകോട്ട് എണ്ണുമ്പോൾ 430 വർഷങ്ങൾക്ക് പുറകിലുള്ളതായ സംഭവമാണ്. അങ്ങനെയുള്ളതായ ആ സംഭവം യെരുശലേമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ശ്രദ്ധയെ ചെലുത്തുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, അങ്ങനെ ബാബിലോൺകാർ ഇടിച്ചു നിരത്തി കളഞ്ഞതായ യെരുശലേമിലെ ദേവാലയം പുതുക്കി പണിയുവാൻ വേണ്ടി സെരുബാബേലിനെ നിയോഗിച്ച് ദൈവം യെരുശലേമിലേക്ക് അയക്കുകയും അതിൻ്റെ പണി പൂർത്തിയായതിനു ശേഷമായിട്ട് വീണ്ടും ഇടിഞ്ഞു കിടക്കുന്നതായ മതിൽ സേഫ് അല്ലാഞ്ഞതുകൊണ്ട് ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നെഹമ്യാവ് ഇവിടേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ പേർഷ്യൻ രാജ്യത്തിൻ്റെ ഓഫീസറായിട്ട് ജോലി ചെയ്ത് ഇരുന്നതായ അദ്ദേഹം ഈ മതിൽ പണിയുടെ ചുമതല ഏറ്റെടുത്ത് അത് നിർവഹിച്ചതിന് ശേഷമായിട്ട് താൻ വീണ്ടും രാജാവിൻ്റെ ഓഫീസറായിട്ട് പേർഷ്യൻ രാജ്യത്തിലേക്ക് കടന്നുപോയി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ നെഹമ്യാവിൻ്റെ അസാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നതായ ആ സമയത്ത് ജനങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്നു, ദൈവ ആരാധനയിൽ നിന്നും അകന്നു പോകുന്നു, ദൈവത്തെ സേവിക്കുന്നതിൽ നിന്നും അകന്നു പോയതായ ഒരു കാലത്താണ് ഈ പുസ്തകം എഴുതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ദൈവത്തെ കൂടുതലായിട്ട് അറിയുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഒരു പതിവാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നു പോവുക, കൽപ്പനകളെ അനുസരിക്കാതെ ഇരിക്കുക എന്നുള്ളതായ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ജനങ്ങൾ മര്യാദ കെട്ട് നടക്കുന്നതായ ആ സമയം എന്ന് പറഞ്ഞാൽ അന്യജാതികളുമായുള്ള വിവാഹങ്ങളിൽ ഒക്കെ ഏർപ്പെട്ട് ആരാധനയിൽ വൈമുഖ്യത കാണിച്ച് ഒക്കെ നടക്കുന്നതായ ആ കാലത്താണ് ഈ മലാഖിയോട് ദൈവം സംസാരിച്ച ജനത്തിന് ഈ
ആലോചന അറിയിക്കുക എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, അന്നന്ന് ഭരിച്ചിരുന്നതായ, അല്ലെങ്കിൽ യെരുശലേമിലോ ഇസ്രായേലിലോ ഒക്കെ ഭരിച്ചിരുന്നതായ രാജാക്കന്മാരുടെ കാലഘട്ടം പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ അവിടെ ജീവിച്ചിരുമെന്നും അവരുടെ കാലഘട്ടത്തേക്ക് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ, ഈ മലാഖി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യെരുശലേമിലോ അല്ലെങ്കിൽ ഇസ്രായേലിലോ അല്ലെങ്കിൽ യഹൂദയിലോ രാജാക്കന്മാർ ഇല്ലായിരുന്നു, രാജഭരണം അവിടെ ഇല്ലായിരുന്നു, അവരുടേതായ രാജാക്കന്മാർ ഇല്ലായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് പകരം പേർഷ്യൻ രാജാക്കന്മാരുടെ അധീനതയിൽ അവർ ദേശാധിപതികളെ ഈ രാജ്യത്തേക്ക് അയച്ചിരുന്നു. അവരുടെ മേൽനോട്ടത്തിലാണ് ഇവർ ഭരണം നടത്തിയിരുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളതായ ദേശാധിപതികളുടെ കൂട്ടത്തിൽ ഒരാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെരുബ്ബാബേലും അവിടുത്തെ ഒരു ഗവർണർ അല്ലെങ്കിൽ ഭരണകർത്താവ് അല്ലെങ്കിൽ ദേശാധിപതിയായി നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളതായ ഈ നെഹമ്യാവ് എന്ന് പറയുന്നതായ ദേശാധിപതിയുടെ ആ കാലത്താണ് താൻ ജീവിച്ചിരുന്നതും ദൈവത്തിൻ്റെ ആലോചന അവരെ അറിയിച്ചതും എന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ രാജാവ് യെരുശലേമിൽ ഇരുന്നായ ഒരു കാലം. എന്നാൽ ഈ പുസ്തകത്തിൽ ഉടനീളം നമ്മൾക്ക് കാണുന്നതായ ഒരു മെസ്സേജുണ്ട്. നിങ്ങളുടെ വലിയ രാജാവ് വരുന്നു, നിങ്ങൾക്കൊരു വലിയ രാജാവുണ്ട്, ആ രാജാവ് വരും, രാജ്യം സ്ഥാപിക്കും എന്നുള്ളതായ ഒരു മെസ്സേജ് വളരെ വ്യക്തമായിട്ട് പ്രവാചകൻ തൻ്റെ ജനത്തെ ബോധ്യപ്പെടുത്തുന്നതായ പ്രധാന വിഷയം അതായിട്ട് നമ്മൾക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതായ മലാഖിയുടെ പുസ്തകം കേവലം 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും ഇതിൽ നിന്നും വളരെ അധികം പ്രധാനപ്പെട്ടതായ പാഠങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുന്നത് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ ഇങ്ങനെ ദൈവം പറയുന്നതായ മെസ്സേജ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ലോകത്തിൻ്റെ ആരംഭം മുതൽ ദൈവം തൻ്റെ ജനത്തോട് അല്ലെങ്കിൽ ലോകത്തിലുള്ള സകല ജനത്തെയും സ്നേഹിക്കുന്ന ദൈവമാണ്. എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവീൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കാം. പാപത്തെ സ്നേഹിക്കാതെ എന്നെ സ്നേഹിക്കുക, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹം തന്നെയാകുന്നു. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ നോക്കി പാർക്കുകയും ചെയ്യുന്നവർക്ക് തമ്മിൽ സ്നേഹിപ്പാനും മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിപ്പാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തോടും സംതൃപ്തിയോടുകൂടെ ഈ ലോകജീവിതം അവസാനിപ്പിച്ചിട്ട് അനിത്യതയ്ക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തിലെ ഒരുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകമായ കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ദൈവം സ്നേഹമാണ്. ഒരു വശത്തു നിന്നും ഈ സ്നേഹം മനുഷ്യരിലേക്ക് പാഞ്ഞു വരുന്നു എന്നും മാത്രമല്ല, അതിനപ്പുറത്തായിട്ട് ദൈവം താൻ സ്നേഹിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ബഹുമാനിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ്, ആഗ്രഹമാണ്. അത് നമ്മളുടെ ഭാഗത്തിൽ നിന്നും നമ്മൾ മടി കൂടാതെ, വിഘ്നം കൂടാതെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ചെയ്യേണ്ടതായ കാര്യമാണ്. അപ്പോൾ മാത്രമാണ് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾക്കും അങ്ങോട്ട് സ്നേഹിച്ച് ദൈവസ്നേഹം യഥാർത്ഥമായി വെളിപ്പെടുന്നത്. അല്ലാതെ ലോകത്തിലുള്ള സകല ജനങ്ങളെയും സ്നേഹിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായ പരിപാടിയല്ല ദൈവം ഈ പുസ്തകത്തിൽ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുക, അവൻ്റെ കരം പിടിക്കുക, അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയോടുകൂടെ നമ്മൾ മുൻപോട്ട് നമ്മളുടെ ക്രിസ്ത്യ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും അതിനോട് ചേർന്ന് ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തെ
ബഹുമാനിക്കുക എന്നുള്ളതായ ആ എക്സ്പെക്റ്റേഷൻ ദൈവസന്നിധിയിൽ നിന്നുള്ളപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നതായ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നെടുത്തിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം കാണുമ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴോ പുരോഹിതന്മാരെ, ഈ ആജ്ഞ നിങ്ങളോടാകുന്നു. നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് താൻ വിളിക്കുന്നത് പുരോഹിതന്മാരെയാണ്. ആരാണ് ഈ പുരോഹിതന്മാരെന്ന് പറയുന്നത്? പുരോഹിതന്മാരെന്ന് പറയുന്നത് ലീഡറാണ്. ഒരു പുരോഹിതനെ അല്ലെങ്കിൽ ഒരു ലീഡറെ ഒരു സമൂഹത്തിൽ ആക്കി വച്ചാൽ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അതൊന്നും മാറ്റിക്കളയാതെ, വള്ളിപ്പുള്ളിക്ക് വ്യത്യാസം വരുത്താതെ, അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ മനസ്സിലാക്കിയിട്ട് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു ലീഡറുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് മോശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം മോശയെ തൻ്റെ വഴികളെ അറിയിച്ചു. എന്നിട്ട് ആ ലീഡറായിരിക്കുന്ന മോശയാണ് ആ വഴികളെ ജനങ്ങളെ പഠിപ്പിച്ചു. ജനങ്ങളത് അനുഭവിക്കുമ്പോൾ ദൈവം അവൻ തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേലിനെ അറിയിക്കുന്നു. അപ്പോൾ അത് ജനങ്ങൾ പിന്നീട് ഈ ലീഡറിൻ്റെ പഠിപ്പിക്കൽ വിശ്വാസം നടത്തിപ്പോണ്ടാണ് ജനങ്ങളും ആ നേർപാതയിൽ കണ്ട് ദൈവപ്രവൃത്തികളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവം അവിടെ അധികാരപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ലീഡറാണ്. ദൈവത്തിൻ്റെ വചനം അതേ വിധം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പുരോഹിതൻ്റെ ചുമതല എന്ന് പറയുന്നത്. 2-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വീണ്ടും അതിനെക്കുറിച്ച് അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് ദൈവത്തിൻ്റെ വചനം. 2-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ ആധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കേവലം ഒരു പുരോഹിതൻ എന്നുള്ളതായ പേരുകൊണ്ട് മാത്രം ദൈവം സംതൃപ്തനല്ല എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൽ നിന്നും ആലോചന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ മനസ്സിലാക്കിയിട്ട് ദൈവവചനം അതിൻ്റെ അർത്ഥപുഷ്ടിയോടുകൂടെ ജനങ്ങളെ പഠിപ്പിച്ച് മനസ്സിലാക്കണമെന്നുള്ളത് പുരോഹിതൻ്റെ ചുമതലയാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് കോട്ടുകയും മാട്ടുകയും ചെയ്താൽ അതിന് മറ്റ് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും മാനുഷികമായ ബുദ്ധിയുടെയും പാരമ്പര്യത്തിൻ്റെയും പുറത്ത് കൊടുത്ത് മുൻപോട്ട് പോയാൽ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. നിങ്ങളോ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു. പഠിപ്പിക്കുന്നവർ വഴി വിട്ടുമാറി ദൈവത്തിൻ്റെ വചനത്തിൽ അതുപോലെ പോകാതെ അതിൽ നിന്നും വഴി വിട്ടുമാറിപ്പോയാൽ പലരെയും ഉപദേശത്താൽ ഇടറി മാറ്റുന്നവരാണ്. പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കുന്നവരായിത്തീരും ഈ ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാരെന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഇടർച്ച ഉണ്ടാക്കരുത്. ഇടർച്ച ഉണ്ടാക്കുന്നവരെ ഒരു തിരികല്ലിൽ കെട്ടി വെള്ളത്തിലേക്ക് താക്കുന്നത് അതിലും ഭേദമാണ് അവരുടെ ജീവിതത്തിന് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം കഷ്ടമാണ്. ദൈവവചനത്തെ കോട്ടുകയും മാട്ടുകയും ചെയ്തിട്ട് പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കുന്നവർ, ലേവിയുടെ നിയമം നശിപ്പിക്കുന്നവർ,
ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ്. അനുഗ്രഹത്തിന് പകരം ശാപമാണ് അവർക്ക് കിട്ടുന്നത് എന്ന് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനി 2:16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ഈ സമയത്ത് ഈ പ്രവാചകനിൽ കൂടെ പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. 2:16 വാക്യത്തിൽ ഡിവോഴ്സ്, അതുപോലെ തന്നെ ഇൻ്റർ മാരിയേജ്, അന്യജാതിക്കാരുമായിട്ടുള്ളതായ വിവാഹം യഹോവയ്ക്ക് വെറുപ്പുള്ള പാപമാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാര്യം? പലപ്പോഴും നമ്മൾ പലവിധമായ ഇമാജിനേഷനിൽ കൂടെ കടന്ന് അല്ലെങ്കിൽ പലവിധമായ പ്ലാനുകളൊക്കെ ചെയ്തുകൊണ്ട് അന്യജാതിയിൽ നിന്നും വിവാഹം കഴിച്ചാൽ പലരുടെയും ജീവിതത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഇൻക്ലൂഡിങ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള വളരെ ശ്രേഷ്ഠന്മാരുടായ ശലോമോൻ മുതലായുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്ന് പോലും നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്, അന്യജാതിയിൽ നിന്നുള്ളതായ ഭാര്യമാർ ഈ ദൈവജനത്തിൻ്റെ മധ്യത്തിലേക്ക് വന്നാൽ അവരുടെ വിഗ്രഹങ്ങളുമായിട്ട് കടന്നു വന്ന് അവരുടെ പൂജാഗിരികളുടെ നിയമങ്ങളെ അവരുടെ ഭവനങ്ങളിൽ പഠിപ്പിക്കുകയും അവരുടെ ഭവനം ദുരുപദേശത്താൽ നിറയുകയും ദൈവകോപത്തിന് ദൈവശാപത്തിന് ഇടയായിത്തീരുകയും പൈശാചിക ബന്ധനങ്ങൾക്ക് ആ ഭവനം ഇടയായിത്തീരുകയും ചെയ്യും എന്നുള്ളതായ ചരിത്രം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത് എന്ന്. എല്ലായ്പ്പോഴും ഒരു ഭക്തൻ്റെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ അവിശ്വാസിയുമായി ഇണ ഇല്ലാ പിണ കൂടാതെ വിശ്വാസികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ളത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം നൽകിയിരിക്കുന്നതായ ഒരു ടീച്ചിങ്ങാണ്, ഉപദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3:10-11 മുതലായ വാക്യത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഉപദേശമാണ്. ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ വളരെ ശക്തിയോടുകൂടെ ഈ ഭൂമിയിൽ പണിയപ്പെടണം. അതിന് ദൈവഭക്തന്മാരെയാണ്, ദൈവമക്കളെയാണ് ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നത്, ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ രാജ്യത്തിൻ്റെ പണിക്ക് വേണ്ടി, സഭയുടെ പണിക്ക് വേണ്ടി ദശാംശം അവിടേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയിൽപ്പെട്ടതായ ഒരു കാര്യമാണ്. ആ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതായ ദശാംശം കൊണ്ടാണ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായ ദൈവദാസന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ഉപജീവനം കഴിക്കേണ്ടത്. അല്ലാതെ അവർക്ക് ആവശ്യമായ ശമ്പളം കൊടുക്കാതെ, പണം കൊടുക്കാതെ ഇരുന്നാൽ, അവർ മറ്റ് ജോലികൾ ചെയ്ത് പണസമ്പാദനത്തിന് വേണ്ടി പോയാൽ ദൈവരാജ്യത്തിൻ്റെ പണി ഉഴപ്പും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പൂർണ്ണസമയം ദൈവവേല ചെയ്യുന്നവർ മറ്റ് ജോലികൾക്ക് പോകാതെ തങ്ങളുടെ ഉപജീവനം ഈ ദശാംശത്തിൽ നിന്നും കഴിക്കണം എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പാർട്ട് ടൈം വർക്കേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് യാതൊരു കുഴപ്പവുമില്ല. അവർ അവരുടെ ജോലി ചെയ്തതിന് ശേഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എന്നാൽ പൂർണ്ണസമയം ശുശ്രൂഷ വേല സഭകളിൽ ചെയ്യുന്നവർക്ക് ആവശ്യമായ ശമ്പളം കൊടുക്കാതെ ഇരുന്നാൽ ആണ് അവർ മറ്റ് പണികൾക്ക് പോവുകയും അവിടെയുള്ള സഭയുടെ പണിയിൽ ഏർപ്പെടുവാൻ അവർക്ക് സമയം കിട്ടാതെ പോവുകയും ചെയ്യുന്നത് എന്നുള്ളതും ഒരു വാസ്തവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾക്ക് പഠിക്കുവാനായിട്ടുള്ളതായ മറ്റൊരു വിഷയം 3:16 വാക്യമാണ്. അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇവിടെ ദൈവഭക്തന്മാരുടെ സംഭാഷണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അവൻ ശ്രദ്ധ വെച്ച് കാത് കൂർപ്പിച്ച് കേൾക്കുന്നതാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സംസാരമൊക്കെ ദൈവസന്നിധിയിൽ പ്രസാദമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയാതെ
തമ്മിൽ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട്, തമ്മിൽ കെയർ ചെയ്തുകൊണ്ട്, ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ യഹോവ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നാണ്. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പോൾ മക്കളുടെ സംഭാഷണങ്ങൾ, പ്രാർത്ഥനകൾ വളരെ വിലയേറിയതാണ്. അവരുടെ കണ്ണുനീരോടുകൂടിയുള്ളതായ വാക്കുകൾ, പ്രാർത്ഥനകൾ അവൻ തൻ്റെ ഭരണിയിൽ സൂക്ഷിച്ച് വയ്ക്കുന്നു എന്നാണ് വചനത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം, നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം രേഖപ്പെടുത്തുന്നതായ ഒരു സ്മരണ പുസ്തകം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. ബുക്ക് ഓഫ് റിമംബറൻസ് എന്നാണ് അതിൻ്റെ പേര്. നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾ, പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ദൈവം കേൾക്കുകയും അത് മറന്നു പോകാതെ നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ ആവശ്യമായ മാനം ഒക്കെ നൽകി തന്ന് ദൈവം നമ്മളെ മാനിക്കുവാനും പ്രശംസിപ്പാനും ഒക്കെ ആയിട്ട് ഈ സ്മരണ പുസ്തകം, ഒരിക്കലും മാഞ്ഞു പോകാത്തത്, മറന്നു പോകാത്തതായ പുസ്തകം അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3:17 നമ്മൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ, യഹോവ ഉണ്ടാക്കുവാനുള്ള ദിവസം, ദി ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ദൈവത്തെ സേവിക്കുന്നതായ ജനം, ദൈവത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുന്നതായ ജനം, ദൈവത്തിന് വേണ്ടി രക്ഷയുടെ സന്ദേശം വഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതായ ജനം, അവരൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിക്ഷേപമായിരിക്കും. അവരെത്രമാത്രം വില കൊടുത്തോ അതിനപ്പുറമായി കർത്താവ് അവരെ മാനിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ അവരെ ആദരിക്കും ആ ദിവസത്തിൽ. ആ സ്മരണ പുസ്തകത്തിലുള്ളതായ ഓരോരോ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അവിടെയുള്ളതായ ഭക്തന്മാരുടെ മധ്യത്തിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവം അവരെ മാനിക്കും. കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും പ്രതിഫലം ഉണ്ടാകും എന്നാണ് ഈ വചനത്തിൽ, മാറ്റമില്ലാത്ത വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3:18 വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത്, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ളതായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. പ്രൈസ് ഗോഡ്. അപ്പോൾ അവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ, വിച്ച് സൈഡ് യു സ്റ്റാൻഡ് അറ്റ് ദാറ്റ് ടൈം? നീ ഏത് സൈഡിലായിരിക്കും അന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം ഞാൻ ഉണ്ടാക്കുവാനുള്ള ആ ദിവസത്തിൽ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം കാണും. നീതിമാന്മാർ ഒരു വശത്ത്, ദുഷ്ടന്മാർ മറ്റൊരു വശത്ത്. അവിടെ ദൈവം നീതിമാന്മാരെ മാനിക്കും, അതേസമയം ദുഷ്ടന്മാർ മാനം ഇല്ലാതെ ദൈവസന്നിധിയിൽ ശിക്ഷ അനുഭവിക്കുന്നതായ ആ വ്യത്യാസം അന്ന് കാണും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതായ ഒരു കാര്യമാണ്, ദൈവത്തെ സേവിക്കുന്നവർക്ക് ഈ ലോകത്തിൽ എന്താണ് കഷ്ടപ്പാട് വച്ചിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെടുവാൻ ദൈവം എന്താണ് അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷമില്ലാത്തത് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. എന്നാൽ ഈ സ്മരണ പുസ്തകം അന്ന് തുറക്കും. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മൾക്ക് തരുന്നത് എന്നാണ് ദൈവം തൻ്റെ വചനത്തിൽ കൂടെ പറയുന്നത്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ ഞാൻ വായിക്കട്ടെ. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. അപ്പോൾ നീ ഏത് സൈഡിലാണ്
ദൈവത്തെ സേവിക്കുന്നവൻ്റെ സൈഡിൽ കാണുമോ, അതോ ഞാൻ ദൈവത്തെ സേവിക്കാത്തവൻ്റെ സൈഡിലായിരിക്കുമോ എന്നുള്ളതായ ചോദ്യം ഇപ്പോൾ തന്നെ ചോദിച്ച് ദൈവത്തെ സേവിക്കുന്നവൻ്റെ സൈഡിൽ ഞാൻ അന്ന് കാണും, അന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും പ്രതിഫലം പ്രാപിക്കും എന്നുള്ളതായ ഉറപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ പ്രാപിച്ചിരിക്കണം. പ്രൈസ് ഗോഡ്. സോ ഇറ്റ് ഈസ് എ കോൾ ഫോർ ദി പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മലാഖിയുടെ സമയത്ത് അന്നത്തെ ജനത്തോട് പറയുന്നതായ ഒരു അഡ്വൈസാണ്, അല്ലെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്. എന്നാൽ ഇന്നത്തെ സമയത്ത് ഈ ജീവിക്കുന്നതായി നമ്മളുടെ സമയത്ത് നമ്മോടുള്ള ഒരു ചോദ്യമായിട്ട് ഇത് നമ്മൾ എടുക്കണം, ഒരു ചലഞ്ചായിട്ട് നമ്മൾ എടുക്കണം, നമ്മൾ ഏത് സൈഡിൽ നിൽക്കുന്നു എന്നുള്ളത്. പ്രൈസ് ഗോഡ്. അത് അറിയിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ 2 വശങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസറും ധനവാനും മരിച്ചപ്പോൾ ഒരുത്തൻ സ്വർഗത്തിൽ നിൽക്കുന്നു, ഒരുത്തൻ നരകത്തിലും യാതനാസ്ഥലത്തും നിൽക്കുന്നതായ കാഴ്ച ഇത് യേശു പഠിപ്പിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം അതിൽ കണ്ടതുപോലെ നമ്മളും ആ സമയത്ത് ദൈവത്തിൻ്റെ ദിവസത്തിൽ ആ വ്യത്യാസം കാണും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ച്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നതായ ഒരു ദൂതാണ് ഈ പ്രവാചകനിൽ കൂടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാരാണ്? അത് യോഹന്നാൻ സ്നാപകൻ്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഞാൻ അവന് മുമ്പായി വന്നിരിക്കുന്നു, അവന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു എന്നുള്ളതായ കാര്യം. അപ്പോൾ ഇവിടെ മുമ്പ് തന്നെ എഴുതിയിരിക്കുകയാണ്, 400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുകയാണ്, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അപ്പോൾ 400 വർഷങ്ങളാണെങ്കിൽ തന്നെയും ഇതാ പെട്ടെന്ന് ഞാൻ വരുന്നു. 400 വർഷങ്ങളെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 1000 ദിവസം ഒരു ദിവസം പോലെയും 1000 വർഷം ഒരു വർഷം പോലെയും തിരിച്ചും അങ്ങനെ ദൈവസന്നിധിയിൽ അവൻ കാലങ്ങൾക്ക് മീതെയുള്ള ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സമയം വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ കാണണം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് അവൻ്റെ മന്ദിരത്തിലേക്ക് വരും. അപ്പോൾ ഇസ്രായേൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കർത്താവുണ്ട്. ഇസ്രായേൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതായ ഇഷ്ടപ്പെടുന്നതായ ഒരു നിയമദൂതനുണ്ട്. അവൻ എങ്ങനെയാണ് വരുന്നത്? അവൻ പെട്ടെന്ന് വരും, ആരും ഉദ്ദേശിക്കാത്ത സമയത്ത്. ആ ഉദ്ദേശിക്കാത്ത സമയത്ത് ദൈവത്തിൻ്റെ ആ കർത്താവ്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പെട്ടെന്ന് ആ മന്ദിരത്തിലേക്ക് വരും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും, തൻ്റെ മന്ദിരത്തിലേക്ക് വരും. യേശു യെരുശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ആലയം എന്താണ് തൻ്റെ മന്ദിരത്തെക്കുറിച്ച് പറയുന്നത്. അത് പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുവാൻ അവന് ഇഷ്ടമല്ല. ഇതിനോട് ചേർത്ത് എൻ്റെ മന്ദിരത്തിലേക്ക് വരും. അവിടെ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് സമയമില്ല. ഈ അടുത്തായിട്ട് പറയുന്നത് ഇതാ അവൻ വരുന്നു. ഇവിടെ നിന്നുകൊണ്ട് ആ പ്രവാചകൻ കണ്ടുകൊണ്ട് പറയുകയാണ്, ഇതാ അവൻ വരുന്നു, വളരെ അടുത്തിരിക്കുന്നു, ഇതാ അവൻ വരുന്നു. മലാഖി പ്രവാചകൻ
യേശുവിൻ്റെ വരവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ അവൻ വരുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിലേക്ക് പോയപ്പോൾ, സ്വർഗത്തിലേക്ക് പോയപ്പോൾ പറയുന്നതായ വാക്ക്, ഇതാ ഞാൻ വേഗം വരുന്നു. ഇവിടെ ഇതാ അവൻ വരുന്നു എന്ന് പറയുമ്പോൾ, ഈ നമ്മളുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇതാ ഞാൻ വേഗം വരുന്നു, ഒരുങ്ങിക്കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുകയാണ് എന്ന് പറഞ്ഞതായ ആ 2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇത് ഒടുവിലത്തെ ഒരു ദർശനമാണ് പഴയ നിയമത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ഒരു 400 വർഷത്തേക്ക് യാതൊരു ദർശനവും ഇസ്രായേലിൽ ഇല്ലായിരുന്നു. ഒരു ഇരുണ്ട കാലമായിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയുള്ളതായ വചനം കേൾക്കുമ്പോൾ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ. നമ്മളുടെ ഹൃദയങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതായ സമയമാണ്. അന്ന് ജനങ്ങൾ അത് ശ്രദ്ധിക്കാതെ ഇരുന്നതിനാൽ, അലസമായിട്ടത് കേട്ടതിനാലാണ് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഇസ്രായേൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവനെ കാണുവാനോ അവനെ ശ്രദ്ധിക്കുവാനോ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിത്തീർന്നു. കാരണം വചനം അവർ ശ്രദ്ധയോടെ പഠിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. എന്നാൽ നമ്മളുടെ ഹൃദയം അവനു വേണ്ടി ഒരുക്കുക, പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ടി കാത്തിരിക്കുക. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്കെല്ലാം വളരെ പരിചയമുള്ളതും കേട്ടിട്ടുള്ളതുമായ വാക്യങ്ങളാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അടുത്ത ഭാഗം നമ്മൾ കാണുന്നത് ദൈവജനങ്ങളെക്കുറിച്ചാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രൈസ് ഗോഡ്. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും. ഞാനുണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീർ ആയിരിക്കൊണ്ട് നിങ്ങൾ അവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഹോരോബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവേൻ. എന്നിട്ട് എഴുതുകയാണ്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ. അപ്പോൾ യഹോവയുടെ നാൾ എന്ന് പറയുന്നത് വലുതും ഭയങ്കരവും ഭയാനകവുമാണ്. ദി ഡേ ഓഫ് ദ ലോഡ് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ നാളെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഭക്തന്മാരെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി വരുന്നതായ നാളാണ്. മേഘത്തിൽ വരുന്നതായ നാളാണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് തൻ്റെ സഭയുമായിട്ട് വരുന്നതായ ദിവസങ്ങളത്. അതൊക്കെയും സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ്, അതെന്ന് പറയുമ്പോൾ ഡേ ഓഫ് ദ ജഡ്ജ്മെൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ന്യായവിധിയുടെ ദിവസം. പ്രൈസ് ഗോഡ്. വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. അവൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും എന്നാണ് ഈ അവസാന വാക്യം എഴുതിയിരിക്കുന്നത്. ഏലിയ പ്രവാചകൻ. നമ്മൾ യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ഏലിയ പ്രവാചകൻ്റെ പുസ്തകവും അല്ലെങ്കിൽ ജീവിതവും ഈ യോഹന്നാൻ സ്നാപകൻ്റെ ജീവിതവും തമ്മിലുള്ളതായ താരതമ്യം എന്ന് നമ്മൾ നോക്കുമ്പോൾ, ഇവർ രണ്ടുപേരും ഇസ്രയേലിന് വെളിയിൽ ശുശ്രൂഷിച്ചവരാണ്. പലപ്പോഴും രാജസന്നിധിയിലൊന്നും അവർക്ക് പ്രവേശനമില്ലായിരുന്നു. രാജാവിൻ്റെയും പുരോഹിതന്മാരുടെയൊക്കെ അടുക്കൽ നിന്നും ഓടിപ്പോയി മരുഭൂമിയിലൊക്കെ ശുശ്രൂഷിച്ചവരാണ് ഈ ഏലിയ പ്രവാചകനും അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകനും എന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്നാണ് വിളിച്ചു പറഞ്ഞത് എന്ന് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവർ രണ്ടുപേരും രാജാവിന് എതിരായിട്ട് സംസാരിച്ചവരാണ്. ഈ ഏലിയ പ്രവാചകന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും രാജാവിനെതിരായിട്ട്, രാജ്ഞിക്കെതിരായിട്ട് ഒക്കെ പ്രസംഗിച്ചത് മൂലം
വിളംബരം ചെയ്തത് മൂലം ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയി രാജ്യത്തിന് വെളിയിൽ പോയി ജീവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന് അന്നുണ്ടായിരുന്ന രാജാവിന് എതിരായിട്ട് ഹെരോദാവിനും ഫിലിപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒക്കെ പാപ പ്രവൃത്തികളൊക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവൻ്റെ ശിരച്ഛേദം തന്നെ അവർ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജാവിനെതിരായി സംസാരിച്ചു. ആഹാബ് രാജാവിനോടും ഹെരോദ രാജാവിൻ്റെയൊക്കെ കോപം വകവയ്ക്കാതെ സംസാരിച്ചവരാണ് ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ദേശത്ത് നടന്ന പാപത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അതിനെതിരായി ഫൈറ്റ് ചെയ്തവരാണ്, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തവരാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ തനിയെ ആ മരുഭൂമിയിലേക്ക് കടന്ന് ചെന്നുകൊണ്ട് സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും ദൈവിക നിയോഗത്തോടും കൂടി അത് ചെയ്തതിനാൽ ആ ദൈവത്തിൻ്റെ സഹായം ലഭിച്ച അനേകർ അത് ശ്രദ്ധിക്കുവാനായിട്ട് കടന്നു വന്നു. അതിനുശേഷമായിട്ട് താൻ യേശുവിന് വേണ്ടി ഒരു വഴിയൊരുക്കി. എന്നിട്ട് അവൻ വിളിച്ച് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായ ഭാഗ്യവും യോഹന്നാന് ലഭിച്ചതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ മലാഖിയുടെ പ്രവചനം നമ്മൾ പഠിച്ചു. താൻ പറഞ്ഞു, ഇതാ അവൻ വേഗം വരുന്നു എന്ന് പറയുന്നു. ഏകദേശം 400 വർഷങ്ങൾ കഴിയുമ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നതായ ശബ്ദമാണ് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. മരുഭൂമിയിൽ നിന്നുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവെന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അത് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടിയാണ് അവൻ ഈ ലോകത്തിലേക്ക് അയച്ചത്. പാപത്തെ അവൻ്റെ മേൽ വഹിച്ചുകൊണ്ട് അവൻ യാഗമായിട്ട് തീർന്ന് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ രണ്ടാമതായിട്ട് അവൻ വരുന്നത് നമ്മളെ ചേർക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ദിവസത്തിൽ അവൻ വീണ്ടും വരും. അതിനുവേണ്ടി നമ്മൾക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇവിടെ നമ്മളുടെ മലാഖി പ്രവചനം പുസ്തകം അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ പുസ്തകം അവസാനിപ്പിച്ചു. അതിനുശേഷമായിട്ട് നാം ബൈബിളിൽ കാണുന്നത് മത്തായിയുടെ സുവിശേഷമാണ്. എന്നാൽ ഇതിനിടയ്ക്കുള്ളതായ ഏകദേശം 400 വർഷങ്ങൾക്കുള്ളതായ ചില സംഭവങ്ങളുണ്ട്. അത് നമ്മൾക്കൊരു ലെസണായിട്ട് അടുത്ത ലെസണിൽ എടുക്കുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.